നമ്മുടെ മഹത്തുക്കളായ മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരായ പണ്ഡിതന്മാർ, വിശിഷ്യ മഹാനായ സയ്യിദുൽ ഉലമ തങ്ങൾ ഉസ്താദ് അടക്കമുള്ള മഹാനായ നമ്മുടെയൊക്കെ ഉസ്താദായ പതിനായിരക്കണക്കിന് ശിഷ്യന്മാരുടെ ഉസ്താദായ ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ്, അള്ളാഹു അവിടുത്തെ രോഗങ്ങളൊക്കെ സുഖപ്പെടുത്തി ആഫിയത്തുള്ള ദീർഘായുസ്സ് അള്ളാഹു കൊടുക്കട്ടെ. അവരടങ്ങുന്ന മഹാന്മാരായ പണ്ഡിത സഭ, ഒയ്യോട് ഉസ്താദ് തുടങ്ങിയ മഹാന്മാരൊക്കെ നമ്മുടെ മുമ്പിലേക്ക് ഈ ഒരു ആവശ്യം വെച്ച് നീട്ടിയപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തിൽ നിന്ന് അൽഹംദുലില്ലാഹ് ഉമ്മമാർ, ഉപ്പമാർ അകമഴിഞ്ഞതിനെ സഹായിക്കാൻ ഞാൻ ഇന്ന് ഒരു ലിസ്റ്റ് എൻ്റെ മുമ്പിൽ വന്ന ഞാനത് അത്ഭുതപ്പെട്ടു പോയി. ഞാനത് വായിക്കാം. എൻ്റെ പേര് കുഞ്ഞാത്തുമ്മ എന്നാണ്. എനിക്ക് 75 വയസ്സ് കഴിഞ്ഞു. ശാരീരിക പല ബുദ്ധിമുട്ടുമായി ജീവിതം മുന്നോട്ട് പോവുകയാണ്. ഭർത്താവ് 5 വർഷം മുമ്പ് മരണപ്പെട്ടു. മൂത്തൊരാൺകുട്ടി ഉണ്ടായിരുന്നു. ആ ആൺകുട്ടി 17 വർഷം മുമ്പ് മരണപ്പെട്ടു. എൻ്റെ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടിട്ട് 30 വർഷം കഴിഞ്ഞു. എല്ലാവരുടെയും പരലോകത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പ്രത്യേകം ദ്വാരക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എനിക്ക് ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ്സിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് പറയണം, ഉമ്മ പറയാൻ. ഇതോടൊപ്പം തഹിയ ഫണ്ടിലേക്ക് ഒരു സ്വർണത്തിൻ്റെ ചുറ്റും 5380 രൂപ ഞാനിതിലേക്ക് സഹായിക്കുന്നു. അൽഹംദുലില്ലാഹ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാണേ, എല്ലാവരും മരണപ്പെട്ട ഒരു ഉമ്മ അല്ലേ? ആരുമില്ല. ആ ഉമ്മ ഇനി ചിന്തിക്കുന്നത് അവരുടെ ഖബർ ജീവിതവും എൻ്റെ ഖബർ ജീവിതവും ഈ തഹിയ ഫണ്ടിലേക്ക് എന്തെങ്കിലും ഒന്ന് നൽകലോടുകൂടെ അത് പരിപൂർണമായി വിജയിക്കും, അതവിടെ രക്ഷപ്പെടും, അതൊരു ജാരിയായ സ്വതക്കയായിട്ട് മാറും എന്ന് ഉമ്മമാരുടെ, ഉപ്പമാരുടെ, സഹോദരന്മാരുടെ, സഹോദരിമാരുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ തുളച്ച് കയറി. അത് സമസ്തയുടെ കറാമത്ത് തന്നെയാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തിലുമുള്ള സഹോദര സഹോദരിമാർ, ഇന്ന പ്രദേശമെന്നോ ഇന്ന ദേശമെന്നോ ഇന്ന സ്ഥലമെന്നോ ഇന്ന വീട്ടുകാരൊന്നുമില്ല. എല്ലാ വീട്ടിലും എല്ലാ കുടുംബത്തിലും എല്ലാ നാട്ടിലും ഇത് പരന്നു കിടക്കണം. ഇതിൻ്റെ അത്ഭുതമെന്ന് പറയുന്നത് മഹാന്മാരായ മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരുടെ നിഷ്കളങ്കരായ പ്രവർത്തനം കണ്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. പിന്നെ ഈ